ഹലോ, അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട്? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് നിങ്ങൾ വീഡിയോസൊക്കെ കണ്ടിട്ട് ട്രൈ ചെയ്തിട്ടുള്ള പിക്ചേഴ്സൊക്കെ അയച്ചതിൻ്റെ ഇൻസ്റ്റാഗ്രാമിലേക്കാണ്. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ പാം ക്രാഫ്റ്റ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്നൊരു പേജാണിത്. അപ്പോൾ ഇതിലേക്കാണ് നിങ്ങൾ പിക്കൊക്കെ അയക്കേണ്ടത്. അപ്പോൾ ഇൻസ്റ്റാഗ്രാം പേജ് ഇല്ലാത്തവർക്ക് ഇതാ ഫേസ്ബുക്ക് പേജിലും പിക്കൊക്കെ അയക്കാം കേട്ടോ. അപ്പോൾ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് പിക്കൊക്കെ അയക്കാൻ വരുന്ന സമയത്തൊന്ന് ഫോളോ ചെയ്യണേ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു വേസ്റ്റ് മെറ്റീരിയലൊക്കെ യൂസ് ചെയ്തിട്ടുള്ളൊരു വാൾ ഡെക്കറാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഈ പ്രിൻറ്റിങ്ങിൻ്റെ ഒക്കെ ഒരു പേപ്പർ ഉണ്ടല്ലോ, A4 ഷീറ്റ് പേപ്പർ. അപ്പോൾ അത് കൊണ്ടുവന്നിട്ടുള്ള ഇങ്ങനെ ആ ഒരു കവർ ചെയ്തിട്ടുള്ള ഒരു പൊതിയാണ്. ഈ ഒരു A4 ഷീറ്റ് പേപ്പറിൻ്റെ ആ ഒരു കമ്പനിക്കൊക്കെ അനുസരിച്ച് ഇതിൻ്റെ ആ ഒരു കവറിങ്ങിൻ്റെ കളറും മാറും കേട്ടോ. അപ്പോൾ ഞാൻ നല്ലൊരു ഗോൾഡൻ കളറും ബ്ലാക്ക് കണ്ടപ്പോൾ അത് കളയാതെ എടുത്ത് വെച്ചിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചത്. ബ്ലാക്കും ഗോൾഡും കൂടി ചേർന്ന ഒരു കോമ്പിനേഷൻ നല്ലൊരു കോമ്പിനേഷൻ ആണല്ലോ. ഇതിലിങ്ങനെ ലൈൻസൊക്കെ കണ്ടപ്പോഴാണ് ഇങ്ങനെ ചെറുതായിട്ടൊരു ഐഡിയ തോന്നിയത്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന്. അപ്പോൾ ഞാൻ ആദ്യം ഇതിൽ ആ ഒരു ഗോൾഡൻ മാത്രമുള്ള ഒരു ഭാഗം ഉണ്ടല്ലോ, അപ്പോൾ അതൊന്നിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ആ ഒരു പീസ് ഞാനിങ്ങനെ കട്ട് ചെയ്തതിൻ്റെ ശേഷം പ്രിൻറ്റഡ് ഇല്ലാത്തൊരു ഭാഗത്ത് നിന്ന് ഇങ്ങനെ 2 പീസും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് പ്രിൻറ്റഡ് ഉള്ള ഭാഗമാണ്. അപ്പോൾ പ്ലെയിൻ ആയിട്ടുള്ളൊരു ഭാഗം നോക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ടെല്ലാം നമ്മൾ കട്ട് ചെയ്തൊക്കെ വൃത്തിയാക്കി ഒരേ സൈസിലാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ലൈൻസ് ഉള്ള ഒരു ഭാഗത്തു നിന്ന് ഇങ്ങനെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാനതിങ്ങനെ കട്ട് ചെയ്തിട്ട് ഈ ഒരു നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഗോൾഡൻ ഉണ്ടല്ലോ, ആ ഒരു പീസിൻ്റെ അതേ ഒരു സൈസിൽ തന്നെ ആക്കിയിട്ടൊന്ന് ഇങ്ങനെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 4 പീസ് ഇങ്ങനെ പ്ലെയിൻ ആയിട്ടുള്ളതും ഒരു 4 പീസ് ഇങ്ങനെ ബ്ലാക്കും ഗോൾഡും കൂടെ ഉള്ള ആ ഒരു ടൈപ്പ് ഇങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു കട്ട് ചെയ്തിട്ടുള്ള ഒരു പേപ്പർ എടുത്തിട്ട് ഇങ്ങനെ പകുതിയാക്കിയിട്ടൊന്ന് ഇങ്ങനെ മടക്കാൻ പോവാണ്. നമുക്കിങ്ങനെ ഒരു പ്രത്യേക ഒരു മോഡലൊന്നിങ്ങനെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇത് പുറത്ത് നല്ലൊരു കവറിനെ പോലെ നല്ലൊരു ഗ്ലൈസിങ് ഒക്കെ ഉള്ളതാണ്. അകത്ത് ഒരു സാധാ ഒരു പേപ്പറിൻ്റെ ഒരു ഇതിലാണ് ഉള്ളത്. അപ്പോൾ നമ്മളതിങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതുപോലെ നമ്മൾ ഈ റിബണൊക്കെ കട്ട് ചെയ്യുമല്ലോ, അപ്പോൾ അതുപോലെ ഒന്നിങ്ങനെ കട്ട് ചെയ്യാം. റിബണിൻ്റെ സൈഡിലൊക്കെ നമ്മളൊരു നല്ലൊരു സ്റ്റൈലിട്ടാൽ കട്ട് ചെയ്യുന്ന പോലെ ഒന്നിങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഗോൾഡൻ കളറും ആ ഒരു ലൈൻസൊക്കെ ഉള്ള എല്ലാ പേപ്പറും ഇതുപോലെ തന്നെ ഒന്നിങ്ങനെ കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ കട്ട് ചെയ്തൊക്കെ കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ആ ഒരു കോർണറൊക്കെ ഇങ്ങനെ വളഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതൊന്ന് നേരെ ആവാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ബെഡിൻ്റെ അടിയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുക്സിൻ്റെ അടിയിലൊക്കെ ഒന്ന് ഇങ്ങനെ വെച്ചിട്ടൊന്ന് റെഡിയാക്കി എടുക്കണം കേട്ടോ. ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്ത പോലത്തെ ആ ഒരു പേപ്പർ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള കവറുകളൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഇത് ഈ തേയിലപ്പൊടിയുടെ ഉള്ളിലുള്ളതാണ്. അപ്പോൾ ഇങ്ങനത്തെ ഈ കണ്ണൻദേവൻ്റെ അതുപോലെ താജ്മഹലിലൊക്കെ ടീ ഒക്കെ വാങ്ങുന്ന സമയത്ത് അതിൻ്റെ അകത്തുണ്ടാവും ഇങ്ങനെ ഒട്ടിച്ചിട്ടുണ്ടാവുക ചെയ്യുക കേട്ടോ. കുറച്ചൊരു പാടാണ് പറിച്ചെടുക്കാനായിട്ട് കീറാതെ. അപ്പോൾ അത് നമ്മൾ നല്ലൊരു ഗോൾഡൻ കളറാണ് ഉണ്ടാവുക. അപ്പോൾ അത് നമുക്കിതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ നമുക്ക് ഈ ഒരു ഗോൾഡൻ കളർ പേപ്പറിന് പകരമൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അധികം ചുളിവുകളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നിങ്ങനെ അയൺ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനിതിങ്ങനെ കട്ട് ചെയ്തിട്ട് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഇതിന് പകരം ചോക്ലേറ്റിൻ്റെ ഒക്കെ കവറൊക്കെ ഉണ്ടാവും കേട്ടോ, ഇതുപോലെ ഇങ്ങനെ റാപ്പ് ചെയ്തിട്ട് വരുന്നത്. അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. കുറച്ച് കട്ടിയുള്ളൊരു ടൈപ്പ് പേപ്പർ നോക്കിയിട്ട് എടുത്താൽ മതി. ഇനി കട്ട് ചെയ്ത പേപ്പർ നമുക്കിങ്ങനെ ആ ചുളിവുകളൊക്കെ നീരാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ബുക്കിൻ്റെ അടിയിൽ എവിടെയെങ്കിലും ഒന്ന് വെക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് വേറൊരു ക്രാഫ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിന് ഞാൻ ഈ ചായപ്പൊടിയുടെ ഒരു കവർ തന്നെയാണ് എടുക്കുന്നത്. ഇനി അതും അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ബിസ്ക്കറ്റിൻ്റെ കവറൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ അതിൽ നിന്ന് ഇങ്ങനെ കുറച്ച് സ്റ്റാർസ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം ഒരു കാർഡ്ബോർഡിൻ്റെ ഇതിലിങ്ങനെ സ്റ്റാർ വരച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി അത് വെച്ചിട്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഞാൻ ഈ തേയിലപ്പൊടിയുടെ കവറിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കുറച്ചൊരു കട്ടിയാണ് ഈ ഒരു കവർ. നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാനൊക്കെ കുറച്ചൊരു പാടാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഞാനിവിടെ കുറച്ചധികം തന്നെ ഇങ്ങനെ കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കൂടുതലും കട്ട് ചെയ്തിട്ടുള്ളത് ബിസ്ക്കറ്റിൻ്റെ കവറിനാണ് കേട്ടോ. അപ്പോൾ ക്രാക്ക് ജാക്കിൻ്റെ ഒരു ബിസ്ക്കറ്റ് ഉണ്ടല്ലോ, ആ ഒരു സോൾട്ട് ബിസ്ക്കറ്റ്, അപ്പോൾ അതിൻ്റെ ഒരു കവറിനാണ് ഞാനിങ്ങനെ ഒരുപാട് സ്റ്റാർസ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇങ്ങനെ ബിസ്ക്കറ്റിൻ്റെ കവർ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്കിങ്ങനെ ഒരു കട്ടി ഉണ്ടാവില്ല. അപ്പോൾ ഒരു കട്ടി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഒരു കട്ടിയുള്ള ഒരു പേപ്പറിൽ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കാനുണ്ട്. അപ്പോൾ ഈ ബുക്കിൻ്റെ ഒക്കെ ബാക്കിലുള്ള ഒരു കവർ ഉണ്ടാവുമല്ലോ, അപ്പോൾ അവിടെ വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പം നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളതിൽ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ ഗോൾഡൻ കളർ അല്ലാത്ത ഭാഗമാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ബാക്ക് സൈഡായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പ്രിൻറ്റഡ് ആയിട്ടുള്ള ഒരു ഭാഗത്ത് നമ്മളിങ്ങനെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ നമുക്കതിൻ്റെ ഒരു ബാക്കിൽ ഇങ്ങനെ ഒരു സിൽവർ കളറാണല്ലോ ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ നമുക്ക് നല്ലൊരു സ്റ്റാർ ആയിട്ട് തന്നെ കിട്ടും. ഇനി അതല്ല നമുക്കിങ്ങനെ പ്ലെയിൻ ആയിട്ട് നല്ല ഗോൾഡൻ കളറിലൊക്കെ കൂടുതലും ഇങ്ങനെ ഗോൾഡ് കാണുന്ന ഒരു ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ആ ഒരു രീതിയിൽ തന്നെ ഒട്ടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ബാക്ക് സൈഡിൽ ഇങ്ങനെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് അങ്ങനെ നമ്മൾ നോക്കി ഒട്ടിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ബിസ്ക്കറ്റിൻ്റെ കവർ കൊണ്ടൊക്കെ തന്നെ നമുക്ക് ഇത്രയും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും.
അല്ലാതെ നമ്മൾ ഈ ഡിസൈനുള്ള ഭാഗം അതുപോലെ ലെറ്റേഴ്സ് ഉള്ള ഭാഗമൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഗോൾഡൻ മാത്രം വേണമെന്നുണ്ടെങ്കിൽ ഒരുപാട് കവർ വേണ്ടി വരും. ഇതിപ്പോൾ ഒരു കവർ കൊണ്ട് തന്നെ നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ അതിൽ ആ ഒരു റെഡ് ലൈൻസ് ഉള്ളതൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ ഒട്ടിച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാൻ കുറച്ചധികം തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ 1-2 എണ്ണം കട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നമ്മളിങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് 2 ഗോൾഡനും 2 സിൽവറായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇത് ഗോൾഡൻ കളർ പ്ലെയിൻ ആയിട്ടുള്ള ഗോൾഡൻ ഒന്നുമല്ല, ആ ഒരു ബിസ്ക്കറ്റിൻ്റെ കവറിൽ ഇങ്ങനെ MRPയും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടാവുമല്ലോ, ആ ഒരു ഭാഗമാണ്. അപ്പോൾ ആ ഒരു ഗോൾഡനും ബ്ലാക്കും കൂടെ വന്ന സമയത്ത് നല്ല രസമുണ്ട് കട്ട് ചെയ്തെടുത്തപ്പോൾ. പിന്നെ ആ ഒരു സിൽവർ കളർ ആണെങ്കിൽ ബിസ്ക്കറ്റിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ചധികം റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പേപ്പർ ഉണ്ടല്ലോ, അതിൻ്റെ ചുളിവൊക്കെ പോകാൻ വേണ്ടിയിട്ട് ബുക്കിൻ്റെ അടിയിൽ വെച്ചിട്ടുള്ള, അപ്പോൾ അതൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ ഞാനിങ്ങനെ ഒരു 4 എണ്ണം ബ്ലാക്ക് കളറിൽ ചാർട്ട് പേപ്പർ യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ചാർട്ട് പേപ്പറിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതുപോലെ തന്നെ ചാർട്ട് പേപ്പറിൽ ഞാനിങ്ങനെ കുറച്ചൊരു സ്റ്റാർസും ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ നേരത്തെ ബിസ്ക്കറ്റിൻ്റെ കവർ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് കുറേ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പ്ലെയിൻ ആയിട്ടുള്ളത്, കുറച്ച് അതുപോലെ ഇങ്ങനെ ലൈൻസ് ഒക്കെ ഉള്ളത്, പിന്നെ ആ ഒരു സിൽവർ കളർ. അപ്പോൾ അങ്ങനെ നമുക്ക് ഒരുപാട് സ്റ്റാർസ് കിട്ടിയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. കുറച്ചൊക്കെ ഇങ്ങനെ ആ ഒരു ബിസ്ക്കറ്റിൻ്റെ ഡിസൈനൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഇനി നമ്മൾ ഈ ബുക്കിൻ്റെ ബാക്കിലൊക്കെ ഇങ്ങനെ ഒട്ടിക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു ബാക്ക് സൈഡ് ഇങ്ങനെ കാണുമല്ലോ ആ സ്റ്റാർസിൻ്റെ. അപ്പോൾ അവിടെ ഇങ്ങനെ മറയാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പേപ്പർ വെച്ചിട്ട് ഇങ്ങനെ ബാക്ക് സൈഡിലും ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് മറയുന്ന സമയത്തൊക്കെ ആ ഒരു സെയിം ഗോൾഡൻ കളറിൽ തന്നെ കാണുമല്ലോ. അപ്പോൾ അത് കുറച്ച് ഇങ്ങനെ ലെറ്റേഴ്സ് ഉള്ളതായാലൊന്നും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ നമ്മളുടെ ഒരു ഐഡിയക്ക് അനുസരിച്ച് ഇങ്ങനെ വേസ്റ്റ് ആക്കാതെ ഇങ്ങനെ മാക്സിമം യൂസ് ചെയ്തിട്ട് നമുക്ക് അത്യാവശ്യം സ്റ്റാർസൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. ഈ തേയില കവറിനാണെങ്കിൽ നമുക്ക് കുറച്ചധികം തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഒരുപാട് ഈ ബിസ്ക്കറ്റ് കവർ തന്നെ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതുകൊണ്ട് അപ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മളെല്ലാം ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിങ്ങനെ ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പ് ആക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അതിന് ഞാനിങ്ങനെ ജൂട്ടിൻ്റെ ത്രെഡാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ജൂട്ട് ത്രെഡ് വേണമെന്നൊന്നുമില്ല. ജൂട്ട് ത്രെഡിന് പകരം ഇതുപോലെ ഷൂവിൻ്റെ ലേസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇനി അതൊന്നും അല്ലാന്നുണ്ടെങ്കിൽ വൂളൻ ത്രെഡ് വേണമെങ്കിലൊക്കെ യൂസ് ചെയ്യാം. നമുക്ക് എന്തെങ്കിലും കുറച്ചൊരു കട്ടിയുള്ള ഒരു ത്രെഡായി കിട്ടിയാൽ മതി. ഇനി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബ്ലാക്ക് കളർ ഗ്ലിറ്റർ ഷീറ്റാണ്. അപ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ കുറച്ച് ലെറ്റേഴ്സൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതിങ്ങനെ നമ്മൾ അതിൻ്റെ ബാക്ക് സൈഡിൽ ഇങ്ങനെ നമ്മളൊരു സ്ക്യൂവറോ അല്ലെങ്കിൽ ഒരു പെൻസിലോ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ വരച്ച് കൊടുത്തിട്ട് ഇങ്ങനെ അതിലൂടെ ഇങ്ങനെ സിസേഴ്സ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ കുറച്ചുകൂടി നമുക്കൊരു എളുപ്പമാണ്. അപ്പോൾ ഞാൻ അതിൽ നിന്ന് ഈ ഒരു ഗ്ലിറ്റർ ഷീറ്റിൽ നിന്ന് ഇങ്ങനെ ഒരു P എന്നുള്ള ലെറ്ററാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിങ്ങനെ നമ്മൾ വരച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് അതിൻ്റെ നടുക്കുണ്ടാവില്ല, ആ ഒരു ഭാഗം നമ്മൾ ഇങ്ങനെ ഒരു നൈഫോ അല്ലെങ്കിൽ ഒരു ബ്ലേഡോ ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മളൊന്നിങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ചും കൂടെ ലെറ്റേഴ്സൊക്കെ ഇങ്ങനെ ബ്ലാക്കിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് ഞാൻ ഗോൾഡൻ കളർ എടുത്തിട്ടുണ്ട്, ഒരു ഗ്ലിറ്റർ ഷീറ്റും. ഇനി അതൊന്നും ഇങ്ങനെ 2-3 ലെറ്റേഴ്സ് ഇങ്ങനെ കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മളെല്ലാം അങ്ങനെ കട്ട് ചെയ്തിട്ടൊക്കെ ഇങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യത്തെ ഒരു ടൈപ്പ് ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പേപ്പേഴ്സ് ഉണ്ടല്ലോ, ബ്ലാക്ക് ആൻഡ് ഗോൾഡും കൂടെ ഉള്ള ലൈൻസൊക്കെ ഉള്ള, അപ്പോൾ അത് നമ്മളിങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ലൈൻസ് ഉള്ളത് വേറെ, പ്ലെയിൻ ആയിട്ടുള്ളത് വേറെ, ബ്ലാക്ക്, അപ്പോൾ അങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാനൊരു ത്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ ഒരു ജൂട്ട് ത്രെഡ്. അപ്പോൾ അതെടുത്തിട്ട് ഇങ്ങനെ അതിൻ്റെ ആ ഒരു ടിപ്പിൽ ഇങ്ങനെ നമ്മളിതൊന്നിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഒട്ടിക്കുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം ആ ഒരു കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പേപ്പറിൻ്റെ ഒരു സൈഡിൽ ഇങ്ങനെ ചെറുതായിട്ടൊന്നിങ്ങനെ ഫോൾഡ് ചെയ്യാം. എന്നിട്ട് ആ ഫോൾഡ് ചെയ്ത ഭാഗത്ത് നമ്മളിങ്ങനെ ഗ്ലൂ ഗണ്ണാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. എന്നിട്ട് ഇങ്ങനെ അവിടെ ആ ഒരു ത്രെഡ് വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അത് സ്റ്റിക്കായിട്ട് കിട്ടിക്കോളുമല്ലോ. അപ്പോൾ നിങ്ങളെ കയ്യിൽ ഗ്ലൂ ഗൺ ഇല്ലയെന്നുണ്ടെങ്കിൽ ഫെവിക്കോൾ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. പേപ്പറാണല്ലോ, പെട്ടെന്ന് തന്നെ സ്റ്റിക്കായിട്ട് കിട്ടിക്കോളും. അപ്പോൾ അതുപോലെ ഞാനിങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം ഞാൻ ആ ഒരു ബ്ലാക്ക് ആൻഡ് ഗോൾഡ് ആയിട്ടുള്ള ലൈൻസ് ഉള്ളതല്ലേ, അപ്പോൾ അത് ഒട്ടിച്ചു കൊടുക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ആ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഗോൾഡ്, പിന്നെ ആ ഒരു ബ്ലാക്ക്, ആ ഒരു ഓർഡറിൽ തന്നെ നമ്മളിങ്ങനെ ഇനി ഫുള്ളായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇങ്ങനെ ഒട്ടിച്ചെടുക്കുകയാണ്. നമ്മളിങ്ങനെ ഒന്ന് ഒട്ടിച്ചിട്ട് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒട്ടിക്കരുത്. ചെറുതായിട്ട് ഇങ്ങനെ ഒരു ഗ്യാപ്പ് വിട്ടിട്ട് ഇങ്ങനെ അടുത്തത് ഒട്ടിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ഒരു ഭംഗി ഉണ്ടാവാം. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ആ ഒരു ത്രെഡ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. കുറച്ചൊരു നീളത്തിലുള്ളൊരു ത്രെഡ് തന്നെ ആയിരിക്കണം. അപ്പോൾ അങ്ങനെ നമ്മൾ ഫുള്ളായിട്ട് ഇങ്ങനെ ഒട്ടിച്ചെടുക്കുകയാണ്. ഒട്ടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ആ ത്രെഡ് ഒന്നിങ്ങനെ കട്ട് ചെയ്യുന്നുണ്ട്. ചെറുത് ഇങ്ങനെ ഒരു പീസ് ഇങ്ങനെ ബാക്കി വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്യാൻ കേട്ടോ. അപ്പോൾ അത് നമ്മൾ ആ ഒരു ടൈപ്പ് ഇങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൽ ചെറിയൊരു പണിയും കൂടെ ഉണ്ട്. ഇനി നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു സ്റ്റാർസ് ഉണ്ടല്ലോ, അപ്പോൾ അതൊന്നിങ്ങനെ ഒട്ടിക്കാൻ പോവാണ്. അപ്പോൾ അതിന് മുമ്പ് ഞാനിങ്ങനെ കുറച്ചിങ്ങനെ ചെറിയൊരു പീസ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ കട്ട് ചെയ്തപ്പോൾ വേസ്റ്റ് ആയിട്ട് കിടന്ന ഗോൾഡൻ പേപ്പർ ഉണ്ടല്ലോ, അപ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ ചെറിയ പീസ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ ഈ സ്റ്റാർസ് ഇങ്ങനെ ത്രെഡിൽ ഒട്ടിക്കുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു ബാക്കിൽ ഇങ്ങനെ ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ്, ആ ഒരു ഭാഗം കാണാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഈ സ്റ്റാർസും ഈ ത്രെഡ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മളിങ്ങനെ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ആ ഒരു ത്രെഡ് വെക്കുക. എന്നിട്ട് അതിൻ്റെ ആ ഒരു ഭാഗത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പേപ്പർ ഉണ്ടല്ലോ, അപ്പോൾ അത് വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അത് നമ്മളെ കയ്യിലുള്ള ആ ഒരു ഓർഡറിനനുസരിച്ച് നമ്മളിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ 1-2 ഗോൾഡ്, പിന്നെ അത് കഴിഞ്ഞിട്ട് ആ സിൽവർ, അത് കഴിഞ്ഞിട്ട് പിന്നെ ബ്ലാക്ക്, ആ ഒരു ഓർഡറിൽ ഇങ്ങനെ ഫുള്ളായിട്ട് ആ ഒരു ത്രെഡ് കഴിയുന്നവരെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാൻ കേട്ടോ.
ഇപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ചിട്ടൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. ആ ഒരു സിൽവർ, ഗോൾഡൻ അതുപോലെ ബ്ലാക്ക് ഒക്കെ വന്ന സമയത്ത് നമ്മൾ വേസ്റ്റ് മെറ്റീരിയൽ മാത്രം യൂസ് ചെയ്തിട്ടാണ് ഇത്രയും ക്യൂട്ടായിട്ടുള്ള ഒരു സംഭവം ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഞാനിങ്ങനെ 2 പീസായിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഗ്ലിറ്റർ ഷീറ്റിലെ ഒരു ലെറ്റേഴ്സ് നമുക്ക് നോക്കാം. ഇത് നമ്മൾ ഹാപ്പി ന്യൂ ഇയർ എന്നായിരുന്നു കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ 2 കളറിൽ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നല്ലോ, ബ്ലാക്കും ഗോൾഡനും വെച്ചിട്ട്. ഇനി നമ്മൾ ആ ഒരു ത്രെഡിൽ ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ നമ്മൾ ആ ഒരു ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് പേപ്പർ. അപ്പോൾ അതൊന്നിങ്ങനെ നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നായിട്ട് ഇങ്ങനെ ഇത് ഈ പേപ്പേഴ്സിലൊന്നിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഞാനിവിടെ ഫെവിബോണ്ട് യൂസ് ചെയ്തിട്ടാണ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത് ഓരോ ലെറ്റേഴ്സും. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം ഗ്ലൂ ഗണ്ണ് വേണമെങ്കിലും ഫെവിക്കോൾ വേണമെങ്കിലൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു ഗോൾഡൻ കളറും ഗോൾഡനിൽ ബ്ലാക്കും ഉള്ള ആ ഒരു ഇതിനാണ് പീസസിനാണ് ഇങ്ങനെ ബ്ലാക്ക് കളറിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ആ ഒരു ബ്ലാക്ക് ചാർട്ടിൽ ഇത് യൂസ് ചെയ്താൽ ഒരു ഭംഗി ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഗോൾഡൻ കളറിലും കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഈ ഒരു ഗ്ലിറ്റർ ഷീറ്റ് കയ്യിലില്ല എന്നുണ്ടെങ്കിൽ പേപ്പേഴ്സ് വേണമെങ്കിൽ യൂസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഗ്ലിറ്റർ പൗഡർ ഇട്ട് കൊടുത്താലും മതി കേട്ടോ. ഞാനിത് ന്യൂ ഇയറിൻ്റെ ആ ഒരു തലേ ദിവസം ചെയ്യാനായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇങ്ങനെ കുറച്ചിങ്ങനെ കട്ട് ചെയ്തൊക്കെ വെച്ചിട്ട് പിന്നെ വേറെ എന്തൊക്കെയോ ചെയ്യുന്ന തിരക്കിൽ അതങ്ങ് വിട്ടുപോയിട്ടുണ്ടായിരുന്നു. പിന്നെയായിരുന്നു ഞാൻ വിചാരിച്ചത് ഇങ്ങനെ ആ ഒരു ലെറ്റേഴ്സ് ഒന്നും എഴുതാതെ ഇങ്ങനെ അപ്ലോഡ് ചെയ്താലോ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇന്നലെ കുറേ പേര് ഇങ്ങനെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോൻ്റെ താഴെ ഇങ്ങനെ ആ ഒരു ന്യൂ ഇയർ സ്പെഷ്യലായിട്ട് കുറച്ചും കൂടി ഇങ്ങനെ വാൾ ഡെക്കർ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ പിന്നെ ഞാൻ അതന്നെയാണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇപ്പം നമ്മളിത് മുഴുവനായിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിങ്ങനെ ആ ഒരു വോളിലൊക്കെ ഹാങ് ചെയ്തിട്ടാലും നല്ല ഭംഗിയാണ് കാണാൻ. നമ്മൾ വേസ്റ്റ് മെറ്റീരിയൽ മാത്രം യൂസ് ചെയ്തിട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പം നിങ്ങൾക്കിത് കുട്ടികളുടെ ബർത്ത്ഡേ പാർട്ടിയൊക്കെ ഉണ്ടാകുമ്പം അവരുടെ ആ ഒരു ലെറ്റേഴ്സൊക്കെ ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ എഴുതിയെടുത്തിട്ടൊക്കെ ചെയ്തെടുത്താലും നല്ല ഭംഗിയാണ്. നമുക്ക് അധികം ചിലവൊന്നുമില്ല, ഒരു ഗ്ലിറ്റർ ഷീറ്റിൻ്റെ ചിലവ് മാത്രം ഇവിടെ വന്നിട്ടേ ഉള്ളൂ. പുറത്ത് നല്ല മഴയാണ് കേട്ടോ, അതുകൊണ്ടാണ് തീരെ അങ്ങ് സൗണ്ടൊന്നും ഒരു ക്ലിയർ ഇല്ലാത്തത് കേട്ടോ. എന്നോട് കുറച്ച് പേര് ഹായ് പറയാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അൻഷ, ഹനാൻ യൂസഫ്, അനാമിക, കൃഷ്ണശ്രീ, ഹസീജ ഷിബു, മർവാന സർഫ്രാസ്, ജിയ ബിനു, റൗസ, ഫസാന ഫൈസൽ, റിയ, എല്ലാവർക്കും ഞാൻ ഹായ് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ ഇന്നത്തെ ഒരു വേസ്റ്റ് മെറ്റീരിയൽ മാത്രം യൂസ് ചെയ്തിട്ടുള്ള ഒരു വാൾ ഡെക്കർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ക്രാഫ്റ്റിന് ഇൻട്രസ്റ്റിംഗ് ഉള്ള ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പം നമ്മൾ ന്യൂ ഇയർ ക്രാഫ്റ്റ് എല്ലാം കൂടെ ഒന്ന് ഒരുമിച്ച് വെച്ചിട്ടൊരു കുഞ്ഞ് വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. പറ്റുകയാണെങ്കിൽ ചെയ്യാം കേട്ടോ. നമ്മൾ വീഡിയോസ് ഇടുന്നത് വെനസ്ഡേ, ഫ്രൈഡേ, സൺഡേ 4:30 PM മൺഡേ നമ്മൾ പറ്റുന്ന സമയങ്ങളിലൊക്കെ ഒരു കുഞ്ഞ് വീഡിയോസ് ആയിട്ട് വരും. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്തിട്ടുള്ള പിക്ചേഴ്സൊക്കെ ഒന്ന് അയച്ചു തരിക. അപ്പോൾ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.